ഗൈസ് വെൽക്കം ബാക്ക്. ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ഡൗൺ ആകാത്ത ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആൻറ്റിവൈറസിൻ്റെ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്താവുന്ന അടിപൊളി ഒരു ആൻറ്റിവൈറസ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ കൊടുക്കുക. അപ്പോൾ വൈറസും കാര്യങ്ങളൊന്നും പേടിക്കണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബിറ്റ് ഡിഫെൻഡർ ഫ്രീ ഡൗൺലോഡ് എന്ന് ഗൂഗിൾ ചെയ്യും. അപ്പോൾ നമ്മൾ ബിറ്റ് ഡിഫെൻഡർ എന്നുള്ള ആൻറ്റിവൈറസ് ആണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എന്നിട്ട് ഇതിൽ ഫസ്റ്റത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യാതെ bitdefender.com എന്നുള്ള ഒഫീഷ്യൽ ലിങ്കിൽ. അത് കഴിഞ്ഞ് അങ്ങനത്തെ ഒരു വിൻഡോ ആണ് വരിക. ഇതിൽ ഫ്രീ ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കുക, ഫസ്റ്റത്തെ ആ പച്ച ബട്ടൺ. കാരണം അതാണ് നമ്മുടെ വിൻഡോസിനുള്ളത്. നിങ്ങൾ മാക് ആണെങ്കിൽ താഴെ ഇവിടെ ഉണ്ട്, ആൻഡ്രോയിഡിൻ്റെ ആണെങ്കിൽ ഇവിടെ വേറെ ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളിവിടെ ഫസ്റ്റത്തെ കൊടുക്കുക, അതാണ് നമ്മുടെ വിൻഡോസിൻ്റെ. അപ്പോൾ അതുപോലെ വേറെ പേജ് വരും. എന്നിട്ട് നിങ്ങളിവിടെ സേവ് ഫയൽ എന്ന് കൊടുത്താൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവും. അത് ഓരോ ബ്രൗസറിന് ഓരോ ടൈപ്പാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. വെറും 12 MB മാത്രമേ ഉള്ളൂ. എന്നിട്ട് സാധാരണ എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെയും ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഈ ഡൗൺലോഡ്സ് എന്നുള്ള സെക്ഷനിലാണ് ഉണ്ടാകുക. അവിടെ പോവുക, അത് അവിടെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഐക്കൺ. അപ്പോൾ അതുപോലെ ഡബിൾ ടാപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം സ്ക്രീൻ റെക്കോർഡ് ആവില്ല. അവിടെ ഒരു കമൻറ്റ് വരിക ചെയ്യുക. അവിടെ യെസ് എന്ന് കൊടുത്താൽ മാത്രം മതി. കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ ഒന്ന് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും. ഇവിടെ അങ്ങനെ കാണിക്കും പ്രൊഡക്റ്റ് ഡൗൺലോഡിങ് ആണെന്ന്. അപ്പോൾ 409 MB ഉള്ളത് നെറ്റിലോട്ട് കണക്ട് ചെയ്തിടണം. ആ സൈസിനുള്ള അത്ര നല്ല ആൻറ്റിവൈറസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻസ്റ്റാളേഷൻ നോക്കാം. സിമ്പിളാണ്, കാര്യമായിട്ടൊന്നുമില്ല. ഇതോടെ തന്നെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. 97% ആയി. അപ്പോൾ ആ വിൻഡോ ഒന്ന് പോകും. ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്. ഇതുപോലെ ബിറ്റ് ഡിഫെൻഡർ ഈസ് അൺപാക്കിംഗ് ഫയൽ ഇൻസ്റ്റാളേഷൻ കാണിക്കും. അത് ഈ ആർച്ചീവ് ഫയൽസ് ഉണ്ടല്ലോ, അത് അൺപാക്ക് ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ വരും. ഇവിടെ ഈ താഴെയുള്ളത് ബൈ ക്ലിക്കിംഗ് ഇൻസ്റ്റാൾ യു അഗ്രി വിത്ത് എന്നുള്ള ഇവിടെ ഒന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുക. ആദ്യം നമ്മൾ ഫയൽസ് ഡൗൺലോഡ് ചെയ്തു, ഓട്ടോമാറ്റിക് അൺപാക്ക് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ഇതും കുറച്ചൊരു ടൈം എടുക്കും. ഞാൻ ഈ ഒരു ഭാഗം സ്പീഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യണം. ഇവിടെ സൈൻ ഇൻ ടു ബിറ്റ് ഡിഫെൻഡർ എന്നുള്ള ടാപ്പ് ചെയ്യുക. അതൊന്നുമില്ല, ജസ്റ്റ് ഒരു പേരും ഇമെയിലും കൊടുത്തിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാനില്ല. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ സെയിം ടെക് എന്ന് കൊടുത്ത് ഇനി താഴെ ഒരു ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് താഴെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം. അതൊന്നും ഇല്ല, അതൊക്കെ സിമ്പിൾ സംഭവമാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, ഒരു നമ്പർ ഉണ്ടാവണം. അപ്പോഴേ സ്ട്രോങ് പാസ്വേഡ് ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഐ അഗ്രി വിത്ത് ദീസ് ടേംസ് എന്ന് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് നോക്കുക. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞ്. എന്നിട്ട് ഇവിടെ ഒരു ക്യാപ്ച കാണിക്കും. ഏകദേശം എല്ലാവർക്കും അറിയുന്ന സംഭവിക്കാറ് നമ്മൾ ഹ്യൂമൻ ആണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറുതെ ഒരു പരിപാടി. അതിനൊരു കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ആയി. അപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ വരും, ചെറിയ കോമ്പാക്ട് ആയിട്ടുള്ള വിൻഡോ. ഈ ഡിവൈസ് ഇസ് പ്രൊട്ടക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സിസ്റ്റം സ്കാൻ ചെയ്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എല്ലാം ഒന്ന് സ്കാൻ ചെയ്യും കമ്പ്യൂട്ടർ മൊത്തം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം സ്കാൻ ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഇത് ഏകദേശം മൊത്തം ഓട്ടോമാറ്റിക്കായി നടത്തും. നമ്മൾ എന്തെങ്കിലും മാൽവെയറുള്ള അങ്ങനെ വൈറസുള്ള എന്തെങ്കിലും ഫയൽ കമ്പ്യൂട്ടറിൽ കയറി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി നടത്തും. അപ്പോൾ ഇതിൽ സെക്യൂരിറ്റി ആണ് ഏറ്റവും കൂടുതൽ, അല്ലാതെ കുറേ ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് അല്ല. പിന്നെ ഇവിടെ ഈ ഒരു സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നിട്ട് ചേഞ്ച് ചെയ്യുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോയിൽ ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. സ്കാൻഡ് ഫയൽസിൽ ഇവിടെ കാണിക്കും. ഏതെങ്കിലും ഫയൽസ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഇൻഫെക്റ്റഡ് ഫയൽസും കാണിക്കും. അപ്പോൾ ആ ഫയൽസിൽ വൈറസ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫയൽസ് സെപ്പറേറ്റ് ആയിട്ട് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യാൻ തുടങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ മേൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്കാൻ ഫയൽസ് വിത്ത് ബിറ്റ് ഡിഫെൻഡർ ആൻറ്റിവൈറസ് ഫ്രീ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അതൊരു സ്കാനിങ് ആയിട്ട് നടത്തും. ഇപ്പോൾ 2-3 സ്കാനിങ് നടക്കുന്നതിനോട് ചെറിയ സ്ലോ ഉണ്ട്. അല്ലെങ്കിൽ പക്കാ ഫാസ്റ്റ് തന്നെയാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലൊന്നും നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ആവും, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആൻറ്റിവൈറസ് പരിചയപ്പെടുത്താൻ വിചാരിച്ചത്. നല്ല ആൻറ്റിവൈറസ് ആണ്. എല്ലാം കൊണ്ടും ഓട്ടോമാറ്റിക് എന്നുള്ള ഒരു നിലക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നടന്നുള്ളൂ. നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് ആൻറ്റിവൈറസ് സപ്പോർട്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കണ്ടൻസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യുക. നമ്മൾ സ്മാർട്ട് ഫോൺ ബേസ്ഡ് ആയിട്ടും അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ ടിപ്സും ട്രിക്സും അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഷുവറായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ആൻറ്റിവൈറസ് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ആൻറ്റിവൈറസ് ആണോ ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. And thank you very much for watching. Catch you guys next time. Till then, peace.